സംസ്ഥാനത്ത് ക്രിസ്മസ് അവധിയോടനുബന്ധിച്ചിട്ടുള്ള 3 ദിവസങ്ങളിലായി ബെപ്കോയിൽ നടന്നത് റെക്കോർഡ് മദ്യവിൽപ്പനയാണ്. 154.77 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇത്തവണ ബെപ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത്. ക്രിസ്മസിന്റെ തലേന്നും വിൽപ്പനയിൽ ഉയർച്ചയുണ്ടായി. 70.73 കോടി രൂപയുടെ മദ്യമാണ് ഡിസംബർ 24-ന് വിറ്റത്. കഴിഞ്ഞ വർഷം ഇത് 69.55 കോടിയായിരുന്നു. 22-23 തീയതികളിലായി ഈ വർഷം നടന്നത് 84.04 കോടിയുടെ മദ്യവിൽപ്പനയാണ്. കഴിഞ്ഞ വർഷം ഇത് 75 കോടിയായിരുന്നു. ഇത്തവണയും ക്രിസ്മസ്, ന്യൂ ഇയർ അവധിക്കാലം ലഹരി ആഘോഷം തന്നെയെന്ന് ഉറപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. ഏറ്റവും അധികം മദ്യം വിറ്റത് ചാലക്കുടിയിലെ ഔട്ട്ലെറ്റിലാണ്. 63,85,290 രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. ചങ്ങനാശ്ശേരിയിൽ 62,87,120 രൂപയുടെയും ഇരിങ്ങാലക്കുടയിൽ 62,31,240 രൂപയുടെയും മദ്യവിൽപ്പന നടന്നു. ഈ ഔട്ട്ലെറ്റുകൾക്കാണ് 2-3 സ്ഥാനം. മിക്കപ്പോഴും മുന്നിലെത്താറുള്ള തലസ്ഥാനത്തെ പവർ ഹൗസ് റോഡിലുള്ള ഔട്ട്ലെറ്റിൽ 60,08,130 രൂപയുടെയും നോർത്ത് പറവൂരിൽ 51,99,570 രൂപയുടെയും മദ്യവിൽപ്പന നടന്നു. അതേസമയം കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പന കേന്ദ്രം പൂട്ടിയിട്ട് മാസം 1 കഴിഞ്ഞു. വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മദ്യം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായിട്ടാണ് തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. സമവായത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ CPM നേതൃത്വം നടപടി തുടങ്ങി. ചെറുവത്തൂരിൽ തന്നെ മറ്റൊരിടത്തേക്ക് മദ്യവിൽപ്പന മാറ്റം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ മാസം 22-നാണ് മദ്യവിൽപ്പന കേന്ദ്രം ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തുടങ്ങിയത്. ആദ്യ ദിവസത്തിൽ 80 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. രാവിലെ തുറന്ന വിൽപ്പനാ കേന്ദ്രം അന്ന് രാത്രി തന്നെ അടച്ചിടുകയായിരുന്നു. ഇതോടെ ചെറുവത്തൂരിൽ ഈ വിഷയം കത്തിനിന്നു. തുറന്ന സ്ഥാപനം പൂട്ടാൻ പറഞ്ഞത് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ CPM പ്രാദേശിക നേതാക്കൾ ചെറുവത്തൂരിലെ നക്ഷത്ര ബാറിൽ നിന്ന് പാർട്ടി ഫണ്ട് വാങ്ങിയതും ചർച്ചയായി. എന്നാൽ പാർട്ടി സംവിധാനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ രീതികളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തന ഫണ്ട് വാങ്ങിയതെന്ന് നേതൃത്വം വ്യക്തമാക്കി. ചെറുവത്തൂരിലെ CPM നേതൃത്വം പോലും അറിയാതെയാണ് വിൽപ്പനാ കേന്ദ്രം തുറന്നതും പൂട്ടിയതും എന്ന വിവരവും പുറത്തു വന്നതോടെ വിൽപ്പനാ കേന്ദ്രം തുറന്നതും പൂട്ടിയതും ആര് പറഞ്ഞിട്ടെന്ന ചോദ്യങ്ങൾ ശക്തമായി. വിഷയം പാർട്ടി നേതൃത്വത്തിനെതിരെ വന്നതോടെ സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ ചെറുവത്തൂരിലെ പൂട്ടിയിട്ട മദ്യവിൽപ്പന കേന്ദ്രം ചെറുവത്തൂരിൽ തന്നെ നിലനിർത്തണം എന്ന നിലപാടുമായി CPM ഏരിയ നേതൃത്വം മുന്നോട്ട് വന്നു. എന്നാൽ കൺസ്യൂമർ ഫെഡ് അധികൃതർ പൂട്ടിയിട്ട മദ്യവിൽപ്പന കേന്ദ്രത്തിലെ മദ്യത്തിന്റെ കണക്കെടുത്ത് മദ്യം മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സമീപനം സ്വീകരിച്ചതോടെ ചെറുവത്തൂരിലെ തൊഴിലാളി സമൂഹം ശക്തമായ പ്രതിരോധവുമായി രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണ് ചെറുവത്തൂരിൽ തന്നെ സ്ഥാപനം നിലനിർത്താൻ സമവായ ചർച്ച നടത്തി ചെറുവത്തൂരിലെ തന്നെ മറ്റൊരിടത്തേക്ക് സ്ഥാപനം മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത്.